പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും എന്നിട്ട് പുഴകളും പൂങ്കിനാവിലെറിയും ഭൂമി സുന്ദരം. ഞാൻ എന്തിനാണ് ഈ പാട്ട് പാടിയെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും. എന്റെ കഥാപാത്രം ശ്രീനിവാസനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പാട്ട് പാടിയത്. അങ്ങനെ ഐഡിയ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഫിഗർ കറക്റ്റ് ആണ്. അതെ, ആവശ്യമില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി ഈ പാട്ട് പാടിയത്. അതും പൊന്മുട്ടയിടുന്ന താറാവിലെ ശ്രീനിവാസൻ. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. വിടുവോ? സ്വർണ്ണ ഉരുക്കട്ടെ. ഈ സ്വർണ്ണ ഉരുക്കുന്നതല്ലാതെ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി ഞാൻ കിടന്ന് ഉരുക്കുന്നു. അതൊന്നും ആർക്കും കാണണ്ട. സ്വർണ്ണ ഉരുക്കിയാ മതി, സ്കിറ്റ് ഉരുകരുത്. നേരത്തെ ഒരെണ്ണം ഉരുകിയതിന്റെ മാറ്റം ഇവിടുന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് ഇതെങ്കിലും ഉരുകാതെ രക്ഷപ്പെടട്ടെ. ഒരു നെക്സലൈറ്റ് ഉണ്ടാക്കണം കഴുത്തിലിടുന്ന. എന്റെ ഒരു കുഴപ്പം നെക്ലസ് മാറിപ്പോയതാണ്. അതേ കയറി പിടിക്കല്ലേ, മാറിപ്പോയതാണ്. ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. ഞാനിവിടെ ഊരുന്നൊരു കുടല വെച്ചതാ. ആ കുടലും എടുത്തോട്ട് പോയേക്കുന്നു. ചേട്ടന്റെ മോന് ഗാനമേളയിൽ വർക്ക് ചെയ്യണം. അവനിന്ന് അവിടെ ഇരുന്ന് ഏത് ഫ്ലൂട്ട് എടുത്ത് വായിക്കുമോ എന്തോ. അവന്റെ ഫ്ലൂട്ട് താ കിടക്കുന്നു. ഇനിയിപ്പോ പഴയതുപോലെ അങ്ങ് ഊതാം. യുദ്ധഭൂമിയിലേക്ക് മറ്റൊരു പടം കൂടി. DJ മ്യൂസിക്കിൽ വെളിച്ചപ്പാടോ? ഇതെന്താണ് ഇങ്ങനൊരു തുള്ളൽ? ഇതുവരെ കാണാത്തൊരു തുള്ളൽ. ഇവിടെ പുതുമ വേണം, പുതുമ. പഴയ വെളിച്ചപ്പാടായിട്ട് വന്നാ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റേൺ കയറ്റിയത്. അതെന്താണ്? കൊണ്ടൊക്കെ കളഞ്ഞതാ. അതെന്തായി? പുതുമ വേണമെങ്കിൽ ഈ ഇരിക്കുന്ന പഴമകളെ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റണം. എന്നിട്ട് വേണം പുതുമ വേണം. ആദ്യം നമ്മുടെ ആഗ്രഹം മാറ്റിയാലോ, അപ്പൊ കുറച്ച് പുതുമ കേറും. ഇപ്പം ആരാണ് കേറിയിരിക്കുന്നത്? ഇന്നലെ വീട്ടിലൊരു കള്ളം കേറി. അതാണോ? തുടക്കം തന്നെ ബാലിച്ചു. ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. മേലിൽ ആരാ കേറിയെന്ന്. ഓ, അതായിരുന്നോ? ഇവിടുത്തെ സ്ഥലം SI ഇന്നലെ എന്റെ മേല് കയറി അങ്ങ് മേഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ ഈ 151 പ്രഖ്യാപിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല ഭാസ്കര. എന്നിട്ട് ഞങ്ങള് ഈ SI ഞാൻ വഴിയിലൂടെ വാളും പിടിച്ച് വന്നപ്പോ മാരകായുധമായിട്ട് ഏതോ കൊട്ടേഷൻ ടീം വരുവാന്ന് പറഞ്ഞ് അകത്തിട്ട് ചാമ്പി മേല് കയറി മേഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം മേത്ത് കയറി തുള്ളുന്നത് ആരാണെന്ന്. അതാരുമല്ല, ഇത് ഞാനൊരു എൻട്രി പഞ്ചിന് വേണ്ടി ഇട്ടതല്ലേ. പഞ്ചിന് വേണ്ടിയൊക്കെ തുള്ളണോ ഇവിടെ? ഓ, പഞ്ചില്ലെങ്കിൽ വേറെ ആള് കേറി തുള്ളും. അതാരാണ് ആ തുള്ളല്? ഞങ്ങളുടെ ഡയറക്ടർ അനൂപ് സാറ്. പുള്ളി എന്തിനാണ് തുള്ളുന്നത്? പുള്ളി വെറുതെ തുള്ളുന്നതല്ല, കളി കേറി തുള്ളും. എന്തോ ആയിക്കോട്ടെ. അല്ല, ഞാൻ വന്നപ്പോ ചോദിക്കണത് വിചാരിച്ച എന്നിട്ട് എന്താണ് ഭാസ്കര കയ്യില്? ഇതെന്തിനാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇതിവിടെ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. പണ്ട് സ്നേഹലത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കാശുമാല കൊടുത്തിട്ട് ഭാസ്കറിനെ തേച്ചിട്ട് പോയത് ഓർമ്മയില്ലേ ഭാസ്കർ? സ്നേഹലത എണ്ണയല്ല തേച്ചത്. സ്നേഹലത ഞാനാണ് തേച്ചത്. അന്ന് കൊടുത്തത് മൂക്കുകൊണ്ടമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വർണം. എന്താ ഒരു കാര്യം പറ, ഇത് ആർക്ക് കൊടുക്കാനാ? അതൊരാൾക്ക് കൊടുക്കാനാണ്. ആർക്ക് പറ? പക്ഷെ അതാരാണെന്ന് ഞാൻ പറയില്ല. ആ ആള് ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ തുള്ളി പറയാം. ഞാൻ തുള്ളി പറയട്ടെ. പറഞ്ഞിട്ട് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ തുള്ളി പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലൊന്ന് പറഞ്ഞു തുള്ളാത്തവനും തുള്ളൂന്നാണല്ലോ. എന്റെ സപ്പാടി വരണം. എന്താ ഞാനൊരു കാര്യം പറയട്ടെ. തുള്ളി 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 ഞാൻ കണ്ടുപിടിച്ചു. ഈ ഇരിക്കുന്നതല്ലേ നിങ്ങളുടെ 10:30 മാറ്റേ? ഇതിനെ 10:30ക്കല്ല 8:30 മാറ്റണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വന്നപ്പത്തൊട്ടൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് അതല്ല, വന്നപ്പത്തൊട്ടേ തുള്ളി തുള്ളി അങ്ങോട്ടാണല്ലോ ഒരു ചായ്വ്. അപ്പൊ ഇതല്ല. അതെന്താ പറഞ്ഞാല് ഈ കൊച്ചിനൊരു ദോഷമുണ്ട്. ഞാനൊക്കെ തുള്ളി തീർക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് തുള്ളുന്നതാണ് ആ കുട്ടിക്കുള്ള ദോഷം. മാറിപ്പോ.
വെളിച്ചപ്പാടെ ഹേയ്, ഈ ഭാസ്കറിന്റെ ഭാഷ ഇടയ്ക്ക് മാറുന്നുണ്ട്. അത് പുള്ളി ചുണ്ടൻ വള്ളത്തിൽ അമരത്തേൽ അശോകന്റെ ഭാഷയായിട്ട്. ഒരു മിനിറ്റ്. പവിഴമല്ലി പൂത്തു കണ്ടാ, കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. കൊണ്ടുവന്നാ പഴയ ആളെ പിടിച്ചതാണ്. ഇടയ്ക്ക് ഒന്ന് അമരത്തിലേക്ക് പോയായിരുന്നു. ചാടേ, ഞാനൊന്ന് ജഗതിയിലേക്ക് വരട്ടെ. ഭാസ്കര, ഇതാണ് ഇവിടുത്തെ തങ്കമ്മ. തങ്കപ്പ് തങ്കമ്മയല്ല, തങ്കമാ. ഓ, ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ 10:30 വാറ്റ്. ഇത് 10:30 മാറ്റൊക്കെ തന്നെ. പക്ഷെ 7 മണിക്ക് ഷൂട്ടിങ്ങിന് വരുമ്പം കണ്ടിട്ടുണ്ടോ? ഒരു 2-2:30 മാറ്റേ ഉള്ളൂ. പിന്നെ 5 മണിക്കൂർ ആളിനെ ഇരുത്തി പണിയിപ്പിച്ച് മേക്കപ്പ് ചെയ്തല്ലേ 10:30 മാറ്റാക്കുന്നത്. തന്നെ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഒരു 1.5 മാറ്റ് തികച്ചില്ല. അത്രേ ഉള്ള. അയ്യേ, അത്രേ ഉള്ളൂ. എന്താ പിന്നെ ആരാണ്? ഭാസ്കര തന്നെ പറ. ഇവിടുത്തെ 10:30 മാറ്റ് ആരാ? എന്റെ 10:30 മാറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ആരാണ്? പക്ഷെ ഞാൻ പറയില്ല. ഒന്ന് പറയാന്ന്. എങ്കിലും ഞാൻ പറയാം. എടാ അച്ചുവേ, വിളിച്ചു പറയാ. എന്റെ 10:30 മാറ്റ് ആയിരിക്കുന്ന ടീച്ചറാണ്. ഈ കൂട്ടത്തിൽ എവിടെയാണ് ടീച്ചർ ഇരിക്കുന്നത്? എങ്ങനെ ഭാസ്കര മനസ്സിലാക്കുന്നത്? ആ മത്സ്യകന്യക പോലിരിക്കുന്ന കണ്ടില്ലേ? ശരിയാണല്ലോ. സുന്ദരിയായ ആ ടീച്ചർ. അതാണ് എന്റെ ആ പൂച്ചക്കണ്ണുള്ള എന്റെ സുന്ദരി. ശരിയാ ഭാസ്കര, ഇത് തന്നെ 10:30 മാറ്റ്. ഉറപ്പല്ലേ? ഉറപ്പ്. ആ 10:30 മാറ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് രാപകലില്ലാതെ ഞാൻ ഈ കാശിമാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭാസ്കറിന് ഇത് ചേരും. ഈ മാലയൊന്നും സ്വീകരിക്കാൻ ഒന്നും കൊണ്ട് വരാമോ? ഇതാണ് എന്റെ 10:30 മാറ്റ്. ഹലോ, അനി തങ്കം. സ്നേഹത്തോടെ ഇതൊന്ന് സ്വീകരിച്ചാലും. നീ എന്താടാ തുള്ളി നീലം കുടിച്ചോ? കണ്ടമാനം കിടന്നങ്ങ് തുള്ളുന്നു. എന്റെ വീട്ടിൽ വന്ന് ഞാൻ തുള്ളുന്നില്ല, നശിപ്പിക്കും.